remember that you are not alone, okay? You are never alone. There's always someone who feels exactly like you, and there's always someone who felt the same and come out on the other side. ഹായ്, എൻ്റെ പേര് അശ്വിൻ ജയലക്ഷ്മി രവീന്ദ്രൻ. 25 വയസ്സാണ്. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ആക്ടർ ആവാനാണ് ആഗ്രഹം, അതിനുവേണ്ടി നടക്കുന്നു. ഞാൻ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പേഷ്യൻ്റ് കുട്ടിയാണ്. ഇതിന് BPD എന്നും പറയും, അല്ലാതെ EUPD എന്നും പറയും, ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് എന്താന്ന് വെച്ചാൽ ഇപ്പോ ഒരു അവിയൽ തന്നെ വേണമെങ്കിൽ പറയാം. ഒരുവിധ എല്ലാ ഡിസോർഡേഴ്സ്, ഒരുവിധ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കുറച്ചേശം എടുത്ത് ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു സംഭവം. ഇതിനെ ബൈപോളർ ഡിസോർഡറുടെ ഒരു കസിൻ എന്നും പറയാം, ഒരു വകഭേദം കസിൻ എന്നൊക്കെ പറയാം. ബേസിക്കലി ഒരു സാധാരണ മനുഷ്യൻ ഫീൽ ചെയ്യണേക്കാട്ടിലൊരു 10 ഇരട്ടി ഫീൽ ചെയ്യും ഞങ്ങള്. അതും ഈ ഒരു ഫിൽട്ടറേഷൻ സിസ്റ്റം ഇല്ലാണ്ട്. അതായത് ഡോക്ടേഴ്സ് ഒക്കെ പറയണ എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു BPD ഒരു ബോർഡർ ലൈൻ ഹേർട്ട് ആവുമ്പോൾ അവര് 3rd ഡിഗ്രി ബേണിന് സമാനമായിട്ടുള്ള പെയിൻ ആണ് ഫീൽ ചെയ്യുക. പെയിൻ റിസെപ്റ്റേഴ്സ് അത്രയും പെയിൻ റിസീവ് ചെയ്യും. ഇതിന് മെഡിക്കലി എന്താണ് വരാൻ കാരണം എന്ന് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ബേസിക്കലി ബ്രെയിനിലത്തെ അമിഗ്ഡല കുറച്ച് ചെറുതാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കാട്ടിലും. അതോടെ തന്നെ ഫിയർ, ആങ്കർ അങ്ങനത്തെ നെഗറ്റീവ് ഇമോഷൻസിന് കൂടും. ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഇമോഷൻസ്, ഹാപ്പിനെസ്, അതുപോലെ തന്നെ ജോയ്, ലവ്, അങ്ങനത്തെ ഫീലിങ്സ് വരാനുള്ള സംഭവങ്ങൾ വളരെ കുറവാണ്. അത് സാധ്യത ഇല്ല എന്നല്ല, പക്ഷെ വളരെ വളരെ കുറവാണ്. ഇത് ലോകത്ത് ഒരുപാട് പേർക്കുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഓൾമോസ്റ്റ് 30% ഓഫ് പോപ്പുലേഷൻ എന്നാണ് പറയപ്പെടുന്നത്. എത്രത്തോളം ശരിയാന്നറിയില്ല. ആൻഡ് ഈ BPD അനുഭവിക്കുന്നവരുടെ ഇടയിൽ സൂസൈഡ് റേറ്റ് ഓൾമോസ്റ്റ് 10% ആണ്. അതായത് ഒരു നോർമൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, സാധാ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ ഇടയിൽ 8% ആണ് സൂസൈഡ് റേറ്റ് ഉള്ളത്. BPD ഉള്ളവരുടെ ഇടയിൽ 10%. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പലപ്പോഴും ബോർഡർ ലൈൻ ആയിട്ടുള്ള പേഷ്യൻസിനെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബിക്കോസ് they have, what can I say, they are much more complicated than normal people. അതായത് ഒരു നിമിഷം ഭയങ്കര സന്തോഷമാവും, തൊട്ടടുത്ത നിമിഷം തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആവും. അതായത് ഒരു കുഞ്ഞിന്റെ മുഖം കണ്ട് സന്തോഷിക്കണ ആ നിമിഷം തന്നെ സ്വയം ചാവാൻ തോന്നണ ആ ഒരു ഫീലിംഗ്. അത്രയും ഇങ്ങോട്ട് ഇടയിലാണ് ഇമോഷൻസ് അൺസ്റ്റേബിൾ ആവുക, മൂഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുക. I myself am a high functioning borderline. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇങ്ങനെ വന്നെന്ന് പറയുമ്പോ ഞാൻ അനുഭവിച്ചിട്ടുള്ള എന്താണെന്നോ ഞാൻ വന്ന വഴി എന്താണെന്നോ അതിനൊക്കെ ഒരുപാട് മാറിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. I've been, what can I say, improved, evolved എന്നൊക്കെ പറയാം, grown, to be honest, and I'm lucky in that case. പലരും അങ്ങനെ ലക്കി ആയിട്ടുള്ളവരല്ല. ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിപ്രഷൻ, ആൻസൈറ്റി, BPD എന്നൊന്നും പറഞ്ഞ അത്ര പെട്ടെന്ന് ദഹിക്കണ കൂട്ടത്തിനല്ല. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, EUPD, അത് ആരംഭിക്കുന്ന തന്നെ ഒരു ലേറ്റ് ടീൻസ് എന്നാണ്. ഒരു 13-14
വയസ്സോടുകൂടി അതിന്റെ വിത്തുകൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങും. എനിക്കും ഏകദേശം ആ ഒരു സമയം, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും. പക്ഷെ അത് എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എന്താണ്, എങ്ങനെയാണ് സംഭവങ്ങൾ. ഡിപ്രഷന്റെ ഒക്കെ ആദ്യത്തെ ചെറിയ ചെറിയ ഘടകങ്ങളായിരുന്നു അതൊക്കെ. പിന്നെ ചെറുതായിട്ട് ആങ്കർ ഔട്ട് ബേഴ്സ് ഉണ്ടാവാൻ തുടങ്ങി സ്കൂളിലും വീട്ടിലും. ഈ ആങ്കർ ഔട്ട് ബേഴ്സ് ഒക്കെ റേജിങ് തന്നെ പറയാം. അങ്ങനത്തെ ഭയങ്കര പൊട്ടിത്തെറിക്കലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ അത് വെറും ടീനേജ് ആ ഒരു പ്രായത്തിന്റെ ആന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, എല്ലാവരും അതന്നെ വിചാരിച്ചു. ആൻഡ് ഐ ഷുഡന്റ് ഹാവ് ഡൺ ദാറ്റ്. പിന്നെയും കുറെ കഴിഞ്ഞ് 2015 ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു മെഡിക്കൽ സപ്പോർട്ട് അതിന്റെ പിന്നാലെ പോണ. ആൻഡ് ഞാൻ ആദ്യമായിട്ട് കണ്ട ഡോക്ടർ എന്നെ മിസ്ഡയഗ്നോസ് ചെയ്തു. വാട്ട് എവർ ദാറ്റ് പേഴ്സൺ സെഡ് ദാറ്റ് ഞാൻ വെറും അറ്റൻഷൻ സീക്കാൻ വേണ്ടി ഓരോന്നുണ്ടാക്കുമായിരുന്നു. ആൻഡ് എനിക്കൊന്നുമില്ല, മറ്റുള്ളവരും ആളാവാൻ, സിമ്പതി പിടിച്ചു പറ്റാൻ, അതൊക്കെ തന്നെയായിരുന്നു പറയേണ്ടത്. ആൻഡ് ഡീപ് ഡൗൺ ഞാൻ അതന്നെ വിചാരിച്ചു. അവര് ഇത്രയും പഠിച്ചൊരു ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അതിൽ ഉറച്ചു വിശ്വസിച്ചു. അത് പ്രശ്നമായി. പുറത്തു നോക്കുമ്പോ എല്ലാം ഹാപ്പി, എല്ലാം ഓക്കെ. തട്ടിമുട്ടി പോണു. പിന്നെയും ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ വേറൊരു ഡോക്ടറിനെ ചെന്ന് കണ്ടത്. അപ്പോഴാണ് അവര് കൺഫേം ചെയ്തത് ബോർഡർ ലൈൻ ആണെന്ന്. അറിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. പറഞ്ഞു, വീട്ടില് പറഞ്ഞു, പ്രശ്നങ്ങളുണ്ടായി. പുറത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അത് കുറച്ച് നെഗറ്റീവായിട്ട് ബാധിച്ചു. ഒപ്പം നിൽക്കുമെന്ന് വിചാരിച്ചവര് പലരും വിട്ടിട്ട് പോയി. ജീവിതത്തില് എന്താഗ്രഹിച്ചോ അത് നേടാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാലം ഇട്ട് തന്ന പലരും പാലം പൊളിച്ച് എടുത്തുകൊണ്ടുപോയ അവസ്ഥ. I tried to kill myself multiple times. Everything failed. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ലല്ലോ. And glad that it failed because obviously അത് വർക്കൗട്ട് അയച്ച ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ ഇന്നിവിടെ ഇങ്ങനെ പറയില്ല. ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വന്നത് ഒരു 2018 നടന്ന ഫ്ലഡ്സ്, പ്രളയം വന്നപ്പോഴായിരുന്നു. ഞാൻ എൻ്റെ വീട് നിന്ന ഏരിയ ഒക്കെ സേഫ് ആയിരുന്നു. സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും അതായത് സർവൈവ് ചെയ്തിട്ടുള്ള ഒരുവിധം സർവൈവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം ആൾക്കാരെ പോലെ ഞാനും ചെറിയൊരു ഓൺലൈൻ ഹെൽപ്പിംഗ് സെന്റർ, കോൾ സെന്റർ പോലെ നിന്ന് ഒരുപാട് പേരെ സഹായിച്ച്, ഒരുപാട് പേര് ഇൻഫോർമേഷൻ പാസ് ചെയ്ത്, ചിലരൊക്കെ എൻ്റെ നമ്പർ തേടി പിടിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് അവരുടെ എന്താ പറയാ നന്ദിയൊക്കെ അറിയിക്കലുണ്ടായി. ആൻഡ് ആ ഒരു ഇൻസിഡന്റ് അവരുടെ ജീവൻ രക്ഷിച്ചപ്പോ, അവരത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ, ആ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത് ഒരു സെൻസേഷൻ, അത് ഞാൻ ഒരുപാട് കാലമായിട്ട് ഫീൽ ചെയ്യാത്ത ഒന്നായിരുന്നു. ഒരു സന്തോഷം തന്നെ പറയാം. ഈ ബോർഡർ ലൈനിന്റെ പ്രശ്നം എന്താ വെച്ചാൽ സ്വയം ഉള്ളിന്ന് സന്തോഷം, ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റില്ല. എപ്പോഴും മറ്റുള്ള ഒരാളുടെ നിന്ന്, മറ്റുള്ള ഒരു വ്യക്തിയുടെ നിന്ന്, മറ്റൊരു ഉദ്ഭവ കേന്ദ്രത്തിൽ നിന്ന് തന്നെ സന്തോഷം എടുക്കണം.
എനിക്ക് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ഒരുപാട് കാലം ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് സന്തോഷം, എന്താണ് ഹാപ്പിനെസ്, ആ ഒരു ഫീലിംഗ് കംപ്ലീറ്റ്ലി ഏലിയൻ ആയിരുന്നു. പുറത്തിങ്ങനെ ചിരിച്ചു കളിച്ച് നടന്നാലും എനിക്ക് പേഴ്സണലി ഉള്ളിൽ വെറും പെയിൻ ആയിരുന്നു, കംപ്ലീറ്റ്ലി പെയിൻ. സ്വന്തം ഉള്ളിൽ നിന്ന് സ്വയം പറയാ ഒന്നിനും കൊള്ളാത്തവനാണ്, പോയി ചത്തൂടെ. ഗിൽറ്റ് ഫീൽ ഒക്കെ BPD-യില് എക്സ്ട്രീം ഗിൽട്ടാണ്. എക്സ്ട്രീം ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ ഗിൽറ്റിന്റെ ഒക്കെ എക്സ്ട്രീം. അതായത് ഞാൻ എടുക്കുന്ന ശ്വാസം വേറൊരു ആൾ എടുക്കുന്ന ശ്വാസത്തിൽ നിന്ന് അപഹരിക്കപ്പെട്ടതല്ലേ, മറ്റൊരു വ്യക്തിയുടെ നിന്ന് റോബ് ചെയ്യണതല്ലേ ഞാൻ ചെയ്യണ കാര്യം, ഈ ശ്വാസം വലിക്കണത്. ആ ഒരു കാര്യം ആണ് എൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങണേ. അത്രയും എക്സ്ട്രീം ഗിൽട്ടാണ്. ആ എക്സ്ട്രീം ഗിൽട്ട് എന്നെ കൊണ്ട് സ്വയം ചാവാൻ വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വേറൊരു വ്യക്തി, എനിക്ക് തീരെ പരിചയമില്ലാത്തൊരു വ്യക്തി, എല്ലാവരും ചെയ്യണ പോലെ ഞാൻ ചെയ്തൊരു കാര്യം, അവരെന്നെ വിളിച്ച് നന്ദി പറഞ്ഞപ്പോ ഉള്ളിന്ന് വല്ലാത്തൊരു സന്തോഷം. ഈ സാറ്റിസ്ഫാക്ഷൻ, ഗിൽറ്റ് ഫ്രീ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ, അതൊന്നും എനിക്ക് സന്തോഷം. ഒരുപാട് കാലം ഞാൻ തപ്പി തേടി നടന്നിരുന്ന ആ ഒരു സെൻസേഷൻ, ആ ഒരു ഫീലിംഗ് എനിക്ക് വീണ്ടും അനുഭവിക്കാൻ പറ്റി. അവിടുന്ന് ഞാൻ തുടങ്ങിയതായിരുന്നു. എന്നെ പോലെയുള്ളവരെ കണ്ടെത്തി അവരോടൊപ്പം നിന്ന് അവരോടൊപ്പം സംസാരിച്ച് അവരെ സഹായിക്കുമ്പോൾ തന്നെ എന്നെയും സ്വയം സഹായിച്ച് പോയവരും അങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിലും ജീവിതത്തിൽ പിന്നെയും എന്നെ അപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് വന്ന് എനിക്ക് കൈത്താങ്ങാൻ നിന്നുണ്ട്. അവര് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ നിക്കണെന്നും പറയാൻ തുടങ്ങി. ഒരുപാട് പേരോട് പറയേണ്ടി വരും. I'm thankful for those, because without them I won't be standing here. അവരെനിക്കൊരു പുതിയ പേർപ്പസ് തന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോ ഞാൻ എന്തായിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിപ്പെട്ടാൽ ഒരുപാട് പേര് എന്നെ നോക്കിക്കാണുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോ ഏതെങ്കിലും ഒരു കോണിൽ എന്നെ പോലൊരു ആളുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയിട്ട് നിക്കണ്ടെന്ന് കണ്ട അവർക്കും എന്താ പറയാ, നാളേക്കൊരു ഹോപ്പ് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. ഒരു ലിവിങ് എക്സാമ്പിൾ എന്നൊക്കെ പറയാം. ഇനി ചിലപ്പോ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ 100 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കൊരു ഹോപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് വലിയ കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണത്. ഗിൽറ്റ് ഫ്രീ സാറ്റിസ്ഫാക്ഷൻ എന്ന് തന്നെ പറയാം. അതിലൂടെ മാത്രമാണ് എനിക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. സന്തോഷം കണ്ടെത്തിയാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മുന്നോട്ട് പോയാലാണ് എനിക്ക് കൂടുതൽ സന്തോഷം കൊടുക്കാനും പറ്റുള്ളൂ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് എനിക്ക് തന്നെ പേഴ്സണലി ഹൈസ് ആൻഡ് ലോസ് ഉണ്ടാവാറുണ്ട്. ലോവസ്റ്റ് ഓഫ് ദ ലോസ് എനിക്ക് ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം ബെറ്റർ, മച്ച് ബെറ്റർ ദാൻ വാട്ട് ഐ ഫെൽറ്റ് ബിഫോർ. ഞങ്ങളുടെ മാത്രമായിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരുപാട് സപ്പോർട്ട് ഗ്രൂപ്പ്സ്. അതിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് പേര് ആക്സെപ്റ്റ് ചെയ്യും, കുറച്ച് പേര് ആക്സെപ്റ്റ് ചെയ്യില്ല, കുറച്ച് പേര് ഒഴിഞ്ഞു മാറ്റം എന്നൊക്കെ ഉള്ളത്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ തന്നെ ഉള്ളിൽ സ്വയം ഇങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയിട്ടാണ് കിടക്കുക. ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് കഷ്ണമായിട്ട്. ഇതെല്ലാം ലൈഫിൽ എപ്പോഴെങ്കിലും കൂട്ടി യോജിപ്പിക്കാം എന്നൊരു മിഥ്യാബോധത്തോടെ മുന്നോട്ട് പോയാലും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അങ്ങനെ കൂട്ടി യോജിപ്പിക്കാനൊന്നും പറ്റില്ല. രണ്ടും കൽപ്പിച്ചൊരു മുന്നോട്ട് പോക്ക് അത്ര തന്നെ. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്ത് അവരുടെ ഉള്ളിൽ നിന്ന് സന്തോഷം സ്വയം കണ്ടുപിടിച്ച് അതന്നെ വീണ്ടും കൊടുത്ത്, യുനോ സംടൈംസ് നമ്മള്
ലൈഫിൽ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കണ ആ ഒരു മൊമെന്റില്ലേ, ആരും തിരിഞ്ഞു നോക്കണില്ല, നമ്മളെ ആരും എന്താ പറയാ, കംപ്ലീറ്റ്ലി വൾണറബിൾ ആയിട്ട് കംപ്ലീറ്റ്ലി ഒറ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു മൊമെന്റ്, just remember that you are not alone. Okay, you are never alone. There's always someone who feels exactly like you, and there's always someone who felt the same and come out on the other side. Just remember that. Just remind yourself that. Okay, remind yourself that. Parent yourself. അത് ഇങ്ങനെ സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് നാളെ ചിലപ്പോ നിങ്ങൾ കാരണം വേറൊരു മനുഷ്യ ജീവൻ തന്നെ രക്ഷപ്പെടാം. അത് നമ്മൾ സ്വയം അറിയുമ്പോൾ ഉണ്ടാവണ ഒരു ഫീലിംഗ് അന്ന് വേറെ തന്നെ. Once upon a time there was a light. This time around I know I'll make it right.